സബീർക്ക് ഇത് എങ്ങോട്ടാ കൊണ്ടുവന്നത്? ഇത് കോന്നിക്ക് കൊണ്ടുപോവാ. കോന്നിക്ക് കൊണ്ട് ഇക്കാനാണ് പോവാന്നോ? അല്ല, അത് ഇത് 100 കോഴിയുടെ വലിയ ഫാം ആകുമ്പോൾ അവർക്ക് ഒരു ചെറിയ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കും. അപ്പൊ ഞാനിവിടെ കയറി പോവാമെങ്കിൽ അത്ര ഉപകാരമായിരിക്കും. കാര്യം അവർക്ക് ഞാനിവിടെ ചെന്ന് ഒരു ക്ലാസ് കൊടുക്കുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടമാവും. ഇതെല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതോ ജോലിക്കാരുടെ കൂടെ ഞാനിവിടെ നിന്ന് കയറി അങ്ങ് പോകും. എന്തായാലും ഒക്കെ പോയിട്ട് പോവാ. അപ്പൊ 32 കോഴികളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ? എങ്കിൽ സബീർക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് 48 കോഴികളെ ഇടുന്ന കൂടായത്. ഇതിന് 32,500 രൂപ വിലയുള്ളൂ. ഈ 48 കോഴി ഇടുന്ന ഈ കൂട് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 2 മാസം പ്രായമുള്ള 32 കോഴി സഹിതം ഈ കൂട് തരും. വീട്ടമ്മമാർക്ക് കോഴിയെ ആദ്യമായിട്ടൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. വളരെ വലിയൊരു ഓഫറിലാണ് ഇപ്പോൾ സബീർക്ക് കോഴിയും കൂടും കൊടുത്തുകൊണ്ടിരിക്കുന്ന. കുറേ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണിത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ കരുനാഗപ്പള്ളിയാണ് നിൽക്കുന്നത്. ഞാൻ തൊട്ടിരിക്കുന്ന തെങ്ങാണ്. തെങ്ങ് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. പക്ഷേ തെങ്ങ് കൊണ്ട് ലക്ഷറിയസ് ആയിട്ട് വീട് വെച്ച് നമ്മളെ പരിചയപ്പെടുത്തിയ ഒരാളുണ്ട്. സെലിബ്രിറ്റികൾക്കടക്കം ഒരുപാട് തെങ്ങ് വീടുകൾ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ചു കൊടുത്ത ഒരാളുണ്ട്. പേര് സഫീർ എന്നാണ്. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചല്ല. നമ്മുടെ വീട്ടമ്മമാർക്ക് ഉപയോഗപ്രദമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ നിൽക്കുന്നത്. നമുക്കൊരു മാസം ഒരു 10,000 രൂപ തൊട്ട് മുകളിലോട്ട് വരുമാനം നേടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം അക്ക. നമസ്കാരമുണ്ട് ഇക്ക. സബീർക്കായ ആളുകളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കേരളത്തിലെമ്പാടും തെങ്ങ് വീടുകളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ലക്ഷറിയസ് ആയിട്ട് എങ്ങനെ തെങ്ങ് വെക്കാം എന്നൊക്കെ പരിചയപ്പെടുത്തി ഒരുപാട് ചാനലിലൊക്കെ ഇടം പിടിച്ചൊരു മനുഷ്യനാണ് നിൽക്കുന്നത്. ഇക്ക, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇക്കയുടെ ഈ കോഴി ഫാം എന്ന ആളുകളെ കാണിച്ചു കൊടുക്കണം. നമ്മുടെ വീട്ടമ്മമാർക്ക് ഉപയോഗപ്രദമായി എങ്ങനെ അത് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഒരു ചോദ്യം അതിനു മുമ്പായിട്ട്, ഇപ്പോഴും തെങ്ങ് വീടിന്റെ പരിപാടി ഉണ്ടോ? ഉണ്ട്. മൂന്നാറിലെ റിസോർട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പൊ അതിന്റെ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം തെങ്ങ് ട്രീറ്റ് ചെയ്ത് തെങ്ങ് വീടുകൾക്ക് വെച്ച് കൊടുക്കുന്ന അല്ലെ തെങ്ങ് തടിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഒരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. നമുക്ക് തൽക്കാലം നമ്മുടെ വീട്ടമ്മമാരെ നമ്മുടെ ഇവിടുത്തെ കോഴി പരിപാലനവും അതെങ്ങനെ വാങ്ങിച്ച് വളർത്തണം, അതിൻ്റെ കൂട് എങ്ങനെ നിർമ്മിക്കണം, അല്ലെങ്കിൽ നിർമ്മിച്ച കൂടിന് എന്താണ് വില എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. വാ സമീർക്ക. ഇവിടെ ഇപ്പം ഇന്നിപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട് കോഴി? ഇപ്പം നമുക്ക് ഒരു 5,000 കോഴി എടുത്ത് സ്റ്റോക്ക് കിടപ്പുണ്ട്, ചെറുതും വലുതുമായിട്ട്. എത്ര രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാ? ഇപ്പം നമുക്ക് കൂടാന്നുണ്ടെങ്കിൽ പിന്നെ 16,500 കൂട് മുതൽ ഇത് 12,500 കൂടാ. 12,500. ഇതിന്റെ കൂടെ ഈ കൂടിനോടൊപ്പം കോഴിയെ കൊടുക്കുന്നുണ്ടോ? 8 കോഴിയെ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട്. അപ്പം 12,500 രൂപയ്ക്ക് ഒരു കോഴിക്കൂട് വാങ്ങിച്ചാൽ 8 കോഴിയെ BB3 ഇനത്തിൽപ്പെട്ട BB3 ആയിട്ട് 2 മാസം പ്രായമായ കോഴിയെ 8 എണ്ണത്തിന് ഇതിന്റെ കൂടെ ഫ്രീ കൊടുക്കുന്നു. അപ്പൊ ചിലർ ചോദിക്കും അതിൽ വലുത് വേണമെന്ന് ചോദിച്ചാൽ 3 മാസമായതുണ്ട്. അപ്പൊ ഒരു 1,800 രൂപയും കൂടെ അധികം പറ്റി കൊടുത്താൽ മതി. 800 രൂപയും കൂടെ അധികം പറ്റി കൊടുത്താൽ 3 മാസമായ കോഴിയെ കിട്ടും. 3 മാസമായ കോഴിയെ കിട്ടും. അത് ശരി. അപ്പം ഏത് കൂടിന്റെ കൂടെ 8 കോഴി ഫ്രീ ഉണ്ടോ? അല്ല, വലിയ കോഴിയാകുമ്പോ ഇപ്പൊ ഈ നിൽക്കുന്ന കൂടെന്ന് പറഞ്ഞാൽ പിന്നെ 48 കോഴി ഇടാവുന്ന കൂടാ. ഒട്ടും നനയത്തുമില്ല, ഒന്നുമില്ല. ഇതൊക്കെ ഫുള്ള് ഇറക്ക് കൂടുതലുള്ളതാണ്. വെള്ളമൊക്കെ കൊത്തി കുടിക്കാനുള്ള സംവിധാനം എല്ലാം, ഹീറ്റ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ട്. അതായത് ഇതിന് ഒന്നും അകത്തേക്ക് പ്രവേശിക്കത്തില്ല. അതായത് പട്ടിക്കോ പൂച്ചയ്ക്കോ ഒന്നും അകത്ത് കയറാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ? ഇത് എവിടെയാണ് കൊണ്ട് എത്തിച്ചു കൊടുക്കുമോ നമ്മള്? എത്തിച്ചു കൊടുക്കും. ഇപ്പൊ ട്രാവലിംഗ് നമ്മൾ 1 സൈഡ് 50 കിലോമീറ്റർ വരെ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞുള്ളത് അവര് ഡീസൽ ചാർജ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ 3 മാസം പ്രായമായ കോഴിയാ. 3 മാസം പ്രായമായ കോഴിയാണ്. ഇതിന് ഇടയ്ക്കുള്ള 2 മാസം പ്രായമായ നമ്മുടെ മറ്റേ പടിഞ്ഞാറ് ഫാം ഉണ്ട്, അവിടെ ഉണ്ട്. ഇപ്പോഴേ ഈ കാണുന്ന കോഴിയുടെ വില എത്ര വരുന്നത്? ഇത് 360 രൂപ. 3 മാസം പ്രായമായ. അപ്പൊ ഇതിന്റെ ഈ ആളുകൾ ഇതിനെ വളർത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ, എന്ത് തീറ്റ ഇതിന് കൊടുക്കേണ്ടത്? ഇതിനിപ്പോ ഗ്രോവറാ കൊടുക്കേണ്ടത്. ഗ്രോവർ എന്ന് പറയുമ്പോൾ ഗ്രോവർ തീറ്റയുണ്ട്. ഇതിനു വേണ്ടിയുള്ള ഗ്രോത്ത്, ഈ സമയത്ത് വളർച്ചയ്ക്കുള്ള ഒരു തീറ്റയാണ്. ഈ തീറ്റയാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ അവന്റെ സപ്ലിമെന്റ് ഉണ്ട്, വെങ്കടേശ്വരയുടെ. ആ മരുന്നും കാൽസ്യത്തിന്റെ മരുന്നും അതൊക്കെ ഇതിന്റെ കൂടെ കൊടുക്കും. ഇത് എത്ര നാൾ കഴിഞ്ഞാൽ മുട്ടയിട്ട് തുടങ്ങും? ഇതൊരു 1.5 മാസം കൂടെ കഴിയുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും. 4.5 മാസത്തിനും 5.5 മാസത്തിനിടയ്ക്ക് ഒരു മുട്ട ഇട്ടിരിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലെ 100 കോഴിയെ വളർത്തിയാൽ ഒരു വീട്ടമ്മയ്ക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടും? 100 കോഴിയെ ഒരു വീട്ടമ്മ വളർത്തിയാൽ ഒരു മാസം 10,000 രൂപ ലാഭം കിട്ടും. എല്ലാം കഴിഞ്ഞു, എല്ലാ ചെലവുകളും കഴിഞ്ഞു 10,000 രൂപ ലാഭം കിട്ടും. അതാണ്, എത്ര വേണമെങ്കിലും വളർത്താം. അതനുസരിച്ച് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഏതായാലും
ഇത് ഇങ്ങനൊരു സാഹചര്യം നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ വീട്ടമ്മമാർക്ക് ഒരു ചെറിയ സൈഡ് വരുമാനം കിട്ടും, ഒരു സന്തോഷമാണ് വീട്ടിലൊരു കോഴിയൊക്കെ വളർത്തുക എന്നുള്ളത് അല്ലേ. അപ്പം നാട്ടിലെമ്പാടും ആൾക്കാർ കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ഇങ്ങനെ നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരുപാട് ആളുകൾക്ക് സഫീർക്ക് അറിയുകയും ചെയ്യാം. ഏതായാലും ഈ സ്ഥലം എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളി സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് കരുനാഗപ്പള്ളി കന്നേറ്റി കായലിന്റെ തീരത്താണ്. നമ്മുടെ കന്നേറ്റി കായലിന്റെ അടുത്ത് പ്രിസൈസ് കണ്ണാശുപത്രി ഉണ്ട്. അതിന്റെ അവിടെ നിന്ന് പാലത്തിന് അടിയിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിലൂടെ 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ തന്നെ ചോദിച്ചാൽ ആളുകൾ പറഞ്ഞു തരും. കൂടാതെ നമ്മൾ ഇതിന്റെ കമന്റ് സെക്ഷനിൽ ലൊക്കേഷൻ പിൻ ചെയ്തിരിക്കാം, നിങ്ങൾക്ക് നേരെ വരാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയും ചെയ്യാം കേട്ടോ. വരുമ്പോൾ കൂട് നിർമ്മിക്കുന്ന സാമഗ്രികളാണല്ലോ ഇരിക്കുന്നത്. ഇത് എന്തുപയോഗിച്ച എന്താണ് ഇത് നമ്മൾ ടാറ്റയുടെ GA മെറ്റീരിയലാണ്. ടാറ്റയുടെ GA മെറ്റീരിയൽ. ടാറ്റ എന്ന് കണ്ടോ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നുണ്ടോ. ഇതാകുമ്പോൾ തുരുമ്പിക്കത്തില്ല. നമ്മുടെ സാധാരണ ഇതിലുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ GP അത് തുരുമ്പിക്കും. അതിനകത്ത് നമ്മൾ പെയിന്റ് അടിക്കണം. ഇതിനകത്ത് പെയിന്റ് അടിക്കേണ്ട കിടന്നോളൂ. അത് കിടന്നു. GA മെറ്റീരിയൽ പെയിന്റ് വീട്ടുകാരൻ മേടിച്ചോണ്ട് അടിച്ചാൽ ഒന്നുകൂടെ പ്രൊട്ടക്ഷൻ. അത് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഒരു 2 മാസം പ്രായമുള്ള ഒരു കോഴി കുഞ്ഞുങ്ങളോട് ഒന്ന് കാണിക്കാം. കാണിച്ചു തരാം. ഇതാണ് തുടക്കക്കാരൻ വാങ്ങിക്കുന്ന സാധനം അല്ലേ? അല്ല, തുടക്കക്കാരൻ വാങ്ങിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇത് 2 മാസം പ്രായമായില്ല. ഇത് 37 ദിവസമേ പ്രായമായുള്ളൂ. ഇത് 2 മാസം പ്രായമാവണമെങ്കിൽ അടുത്ത മാസം 10-ാം തീയതി ആവണം. അന്നേ ഇതിന് നമ്മൾ കൊടുത്തു തുടങ്ങത്തുള്ളൂ. അന്ന് ഇതിന് R2B എന്ന് പറഞ്ഞ ചെറുകിനടിയിൽ ഒരു വാക്സിൻ എടുക്കണം. ഇപ്പൊ അടുത്ത ദിവസം ഫൗൾ പോക്സ് എന്ന് പറഞ്ഞൊരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചുണ്ട് കട്ട് ചെയ്യുന്നുണ്ട്, ഒരു വിരയിളക്കലുണ്ട്. ഇത്രയും കൂടെ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ 60-ാമത്തെ ദിവസം ഇവരെ വിടത്തുള്ളൂ. അന്നേരമാണ് ഇവർ ആരോഗ്യവാന്മാരാവുന്നത്. ഇപ്പൊ ഇത് കണ്ടിട്ട് 2 മാസം ആയില്ല. 37 ദിവസം 38 ദിവസമേ ആയിട്ടുള്ളൂ. അത് ശരിയാ. ഒരു 10 കോഴി ഒന്നിച്ച് വാങ്ങിക്കാൻ എത്ര റേറ്റ് വരുന്നത്? 2 മാസം ആണെങ്കിൽ 250 രൂപ ഒരെണ്ണത്തിന്. അതിൽ ചെറുതാണെങ്കിൽ 240 രൂപ, അല്ല 230 രൂപ. അതിന് ചെറുത് 170 രൂപ. ആ രീതിയിലാണ് കൊടുക്കുന്നത്. 10 കോഴിക്കുഞ്ഞ് നല്ല കോഴിക്കുഞ്ഞുങ്ങളെ മേടിക്കണ 2500 രൂപ മതി. 2500 രൂപ മതി. ഇതാണ് നമ്മൾ 2500 രൂപയുടെ കോഴിയാ ഫ്രീ കൊടുക്കുന്നതും ഈ കൂടിനോടൊപ്പം കൊടുക്കുന്നത്. 12500 കൂട് വാങ്ങിക്കുമ്പോൾ ഫ്രീ കൊടുക്കുന്നത്. ഇത് 37 ദിവസമേ ആയുള്ളൂ. ഇതല്ല, ഈ കോഴി കൃഷി ചെയ്യുന്ന ആളുകൾ വെറുതെ കൃഷി ചെയ്താണല്ലോ ഈ പരാജയം സംഭവിക്കുന്നത്. അതിന് വേണ്ട മരുന്നുകളൊക്കെ കൊടുക്കണം ഇല്ലേക്കാ. ഇത് വെങ്കടേശ്വര കണ്ടോ, വെങ്കടേശ്വരയുടെ തന്നെ അവര് കമ്പനിക്കാർ കോഴിക്ക് വേണ്ടി മാത്രമായിട്ട് ഇറക്കുന്നതാണ് മരുന്ന്. ഇത് മുട്ട ഉൽപാദനം കൂടുന്നതിന് വേണ്ടിയുള്ള മരുന്നാണ്. MinPro HP എന്ന് പറഞ്ഞുള്ള മരുന്ന്. കാരണം മുട്ട ഉൽപാദനം കൂടുന്നതിന് വേണ്ടിയുള്ള മരുന്നാണ്. അത് കുറെ ആളുകൾ എന്തായാലും വിളിക്കുന്ന ആളുകളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക, വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം വിളിച്ച് സംസാരിക്കുക. വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മളെന്തായാലും നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ വെച്ചത്. കോഴി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒക്കെ ഇക്കായി വിളിക്കാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലേ. പക്ഷേ അതിന് ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ട് ഇക്കായ്ക്ക് അത് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അതാ നോക്കിക്കേ, ഇതുപോലെ കൂടും വണ്ടിയൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും പോയി സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് ഒരുപാട് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റ് പരിചയപ്പെടുത്തലുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.